കശുവണ്ടി ഇറക്കുമതി കള്ളപ്പണക്കേസിൽ അറസ്റ്റിലായ അനീഷ് ബാബുവിന്റെ തട്ടിപ്പുകളിൽ കൂടുതൽ പേർക്ക് പങ്കാളിത്തമുണ്ട് എന്ന് സൂചന. ഇത് സംബന്ധിച്ച് ഇഡി വിശദമായ അന്വേഷണം നടത്തും. അനീഷിനെതിരായ ക്രൈംബ്രാഞ്ച് അന്വേഷണം കാര്യക്ഷമമായിരുന്നില്ല. തോട്ടണ്ടി ഇടപാടിൽ 25 കോടിയോളം രൂപ അനീഷ് ബാബു തട്ടിയെടുത്ത 2 കശുവണ്ടി വ്യവസായികളുടെ പരാതിയിലായിരുന്നു ക്രൈംബ്രാഞ്ച് അന്വേഷണം. കേസിൽ അറസ്റ്റിലായി 110 ദിവസത്തോളം റിമാൻഡിലായിരുന്നു അനീഷ് ബാബു. അനീഷ് ബാബുവിന്റെ ഉന്നത പോലീസ് ബന്ധങ്ങൾ സംബന്ധിച്ച് 2020 ക്രൈംബ്രാഞ്ച് റിപ്പോർട്ട് നൽകിയെങ്കിലും വിശദമായ അന്വേഷണം ഉണ്ടായില്ല. അനീഷ് ബാബുവിനെതിരായ ക്രൈംബ്രാഞ്ച് അന്വേഷണവും കാര്യക്ഷമമായിരുന്നില്ല. ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്ന് ലാഭകരമായി കശുവണ്ടി ഇറക്കിത്തരാമെന്ന് വാഗ്ദാനം ചെയ്തായിരുന്നു തട്ടിപ്പുകൾ. പിന്നീട് കേസ് രജിസ്റ്റർ ചെയ്ത ഇഡി കഴിഞ്ഞ ദിവസം അനീഷ് ബാബുവിനെ അറസ്റ്റ് ചെയ്തിരുന്നു. തട്ടിപ്പിൽ കൂടുതൽ പേർ പങ്കാളികളായതായാണ് ഇഡിക്ക് ലഭിച്ച സൂചന. അനീഷിനായി തിങ്കളാഴ്ച ക്രൈംബ്രാഞ്ച് കസ്റ്റഡി അപേക്ഷ നൽകും. ജനം, കൊച്ചി.